ഇതുപോലുള്ള കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്കേറെ വിലപ്പെട്ടതാണ്. തൻ്റെ തലയിരിക്കുന്നത് ഒരു കാട്ടാളൻ്റെ മടിയിലാണ് എന്ന് കണ്ട സന്യാസി ക്രോധത്തോടെ ചാടി എഴുന്നേറ്റു. ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നതിനിടയിലും അയാൾ ഒരു നിമിഷം കണ്ണടച്ച് അവിടെ നടന്നതെന്താണെന്ന് മനസ്സിലാക്കി. അതുകൂടെ അറിഞ്ഞതോടെ അയാൾ തൻ്റെ തോൾ സഞ്ചിയിൽ കൈയിട്ട് അതിൽ നിന്നും ഉഗ്രവിഷമുള്ള ഒരു സർപ്പത്തെ എടുത്തു. ഹിരണ്യസീനു ഭയന്നു വിറച്ചു. താൻ മരിക്കാൻ പോവുകയാണ് എന്ന് അവന് മനസ്സിലായി. അവൻ സന്യാസിയുടെ മുന്നിൽ കൂപ്പുകൈകളോടെ നിന്നു. സന്യാസി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, "നീ ആരാ? എന്തിനാണ് എൻ്റെ ഭാര്യയെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടത്? സത്യം പറയണം, ഇല്ലെങ്കിൽ ഈ ക്ഷണം നീ ഇവിടെ മരിച്ചു വീഴും." ഹിരണ്യസീനു ഭയന്നു വിറച്ചു. അവന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. വിക്കി അവൻ നടന്ന വിവരങ്ങൾ പറഞ്ഞൊപ്പിച്ചു. കഥ കേട്ടപ്പോൾ സന്യാസിയുടെ കോപത്തിന് അല്പം ശമനമുണ്ടായി. അവൻ പറയുന്നതെല്ലാം സത്യമാണെന്നുകൂടി മനസ്സിലായപ്പോൾ സന്യാസി ഹിരണ്യസീനുവിനെ നോക്കി പറഞ്ഞു, "നിന്നെ ഇപ്പോൾ തന്നെ കൊന്നു തള്ളേണ്ടതാണ്. പക്ഷേ ഒരു വിഡ്ഢിയെ കൊന്ന പാപം ഞാൻ ചുമക്കണമെന്നല്ലാതെ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. നിന്റെ കുടുംബത്തെ ഓർത്ത് നിന്നെ വെറുതെ വിടുന്നു. നീ ഞാൻ പറയുന്ന കഥ കേൾക്ക്. ഏത് തരത്തിലുള്ള സുഹൃത്തുക്കളെയാണ് കൂടെ കൊണ്ട് നടക്കേണ്ടതെന്ന് നിനക്ക് മനസ്സിലാവും." തെല്ല ആശ്വാസത്തോടെ ഹിരണ്യസീനു സന്യാസിയെ നോക്കി. സന്യാസി കഥ പറഞ്ഞു തുടങ്ങി. ഒരിടത്ത് വീരശേഖരൻ എന്ന ഒരു രാജകുമാരനും വിദ്യാപതി എന്ന മന്ത്രികുമാരനും ഉണ്ടായിരുന്നു. ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. പരസ്പര സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും അവർ വളർന്നു. യഥാകാലം അവർ രണ്ടുപേരും വിവാഹം കഴിച്ചു. രാജകുമാരൻ മിത്രസുധ എന്ന രാജകുമാരിയെയും മന്ത്രികുമാരൻ ലക്ഷണവതി എന്ന യുവതിയെയുമായിരുന്നു വിവാഹം ചെയ്തത്. പക്ഷേ അയൽ രാജ്യങ്ങളുമായി യുദ്ധസാധ്യതകളുള്ള കാലമായതിനാൽ രണ്ടുപേരുടെയും ഭാര്യമാർ അവരവരുടെ രാജ്യത്താണ് താമസിച്ചിരുന്നത്. ഏറെക്കാലം അങ്ങനെ തുടർന്നു. ഒരിക്കൽ രാജകുമാരൻ പറഞ്ഞു, "വിദ്യാപതി, നമ്മുടെ ഭാര്യമാർ നമ്മളിൽ നിന്നും അകന്നു കഴിയുന്നത് ശരിയായ രീതിയല്ല. ഒരുപാട് കാലമായല്ലോ ഇങ്ങനെ. യുദ്ധഭീതിയും ഇപ്പോഴൊഴിഞ്ഞു. ഇനി നമുക്ക് പോയി അവരെ കൂട്ടിക്കൊണ്ടുവരാം. വിദ്യാപതിക്ക് ലക്ഷണവതിയെ കാണണമെന്നില്ലേ?" "ഉണ്ട് വീരാ, നീ പറഞ്ഞത് ശരിയാ. നമുക്ക് പോയി അവരെ കൊണ്ടുവരാം. ആദ്യം നമുക്ക് നിന്റെ ഭാര്യയായ മിത്രസുധയെ കൊണ്ടുവരാൻ പോകാം. തിരിച്ചു വരുന്ന വഴി ലക്ഷണവതിയുടെ വീട്ടിലും പോകാം." രാജകുമാരൻ അത് സമ്മതിച്ചു. അവരുടെ യാത്രയ്ക്കായി കുതിരകളും സേനയും സന്നാഹങ്ങളും ഒരുങ്ങി. രാജകുമാരൻ രാജാവിനോട് പറഞ്ഞു, "ഇപ്പോൾ സൈന്യവുമായി രാജ്യം വിട്ടു പോകുന്നത് ഇവിടുത്തെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. യുദ്ധത്തെക്കുറിച്ചുള്ള ഭീതികൾ ഒഴിഞ്ഞെങ്കിലും ചാരന്മാർ രാജ്യത്തുണ്ടാവും. സൈന്യസന്നാഹങ്ങൾ ഇവിടെ നിന്നും മാറിയെന്ന് പുറത്തെറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനാവില്ല. വീരകേസരി കൂടെയുള്ളപ്പോൾ നമുക്ക് മറ്റൊരു തുണ വേണ്ട. ഈ യാത്രയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി. ദയവായി സന്നാഹങ്ങൾ പിൻവലിച്ചാലും." ഇരുവരുടെയും സ്നേഹത്തിൽ രാജാവിന് വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം യാത്രയ്ക്കുള്ള അനുമതി നൽകി. അങ്ങനെ ഇരുവരും വനത്തിലൂടെ യാത്ര തിരിച്ചു. മനോഹരമായ പൊയ്കകളും പൂക്കളും പൂമ്പാറ്റകളും ഒക്കെയുള്ള കാനന ഭംഗി ആസ്വദിച്ച് ഇരുവരും യാത്ര തുടർന്നു. രാജകുമാരൻ മുന്നിലും മന്ത്രികുമാരൻ പിന്നിലുമായാണ് നടന്നിരുന്നത്. വഴിയിൽ വെച്ച് മരക്കൊമ്പിലിരിക്കുന്ന ഒരു പക്ഷിയെയും കുഞ്ഞുങ്ങളെയും മന്ത്രികുമാരനായ വിദ്യാപതി കണ്ടു. പക്ഷികളുടെ ഭാഷയറിയാവുന്ന അവൻ അവർ പറയുന്നത് ശ്രദ്ധിച്ചു. അമ്മ പക്ഷി കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വരുന്നത് രാജകുമാരനും മന്ത്രികുമാരനുമാണ്. അവരവരുടെ ഭാര്യമാരെ കാണാനാണ് പോകുന്നത്. പക്ഷേ വിധി അവർക്ക് എതിരാണല്ലോ. ഇതിൽ മുന്നേ പോകുന്നവൻ മരിച്ചു പോകും. ഇത് കേട്ട് മന്ത്രികുമാരൻ ഭയന്നു. കൂടുതൽ വിവരങ്ങൾ പക്ഷി പറഞ്ഞില്ല. ആളനക്കം കേട്ടതോടെ അത് പറന്നുപോയി. തനിക്ക് എന്ത് സംഭവിച്ചാലും തൻ്റെ സുഹൃത്ത് സുരക്ഷിതനായിരിക്കണം എന്ന് ചിന്തിച്ച വിദ്യാപതി വീരശേഖരനോട് പറഞ്ഞു, "വീരാ, ഇനി കുറച്ചു നേരത്തേക്ക് ഞാൻ മുന്നിൽ നടക്കാം." അതെന്തിനാണെന്ന ചോദ്യത്തിന് മന്ത്രികുമാരൻ ഉത്തരം പറഞ്ഞില്ല. വീരശേഖരനെ അല്പം പിന്നിലാക്കി വിദ്യാപതി എന്തും നേരിടാൻ തയ്യാറായിക്കൊണ്ട് മുന്നിൽ നടക്കാൻ തുടങ്ങി. അല്പദൂരം പിന്നിട്ടപ്പോഴേക്കും മരച്ചില്ലയിൽ നിന്ന് വീണ്ടും മറ്റ് രണ്ട് പക്ഷികളുടെ സംസാരം വിദ്യാപതി കേൾക്കാനിടയായി. "ഇത് രാജകുമാരനും മന്ത്രികുമാരനുമല്ലേ?" അത് കേട്ട് രണ്ടാമത്തെ പക്ഷി പറഞ്ഞു, "അതെ, ഭാര്യ വീടുകളിലേക്ക് പോവുകയാണ് പാവങ്ങൾ. പക്ഷേ വിധി അവർക്കെതിരാണല്ലോ." "അതെന്താ?" ഒന്നാമത്തെ പക്ഷി ചോദിച്ചു. "ആ പുറകെ പോകുന്നവൻ ഉടനെ മരിക്കും." രണ്ടാമത്തെ പക്ഷി പറഞ്ഞു.
ഇത് കേട്ടപ്പോൾ മുൻപിൽ നടന്നാലും പുറകിൽ നടന്നാലും രാജകുമാരൻ്റെ ജീവനാണ് അപകടത്തിലെന്ന് വിദ്യാപതിക്ക് മനസ്സിലായി. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അവൻ കുഴങ്ങി. ഈ അവസരത്തിൽ വിവരങ്ങളൊന്നും രാജകുമാരൻ അറിയാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. താൻ മരിച്ചുപോയാലും അവസാന ശ്വാസം വരെ രാജകുമാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോരാടുമെന്ന് അവൻ തീരുമാനിച്ചു. വൈകാതെ ഇരുവരും മിത്രസുധയുടെ കൊട്ടാരത്തിലെത്തി. രാജ്യം ഇരുവരെയും ആർഭാടപൂർവ്വം സ്വീകരിച്ച് ആനയിച്ചു. വിദ്യാപതി രഹസ്യമായി വീരശേഖരനോട് പറഞ്ഞു, വീര, നമ്മുടെ സൗഹൃദത്തെ ചൊല്ലി നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. അതെന്താ ഇപ്പോൾ അങ്ങനെയൊരു ചോദ്യം? നീ എന്തു പറഞ്ഞാലും ഞാനത് ചെയ്യുമല്ലോ, പറയൂ. ഈ കൊട്ടാരത്തിൽ രാജകുമാരന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ എനിക്കും ആസ്വദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് രാജാവിനോട് എനിക്കും തുല്യമായ സൗകര്യങ്ങൾ വേണമെന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇവിടെ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെല്ലാം നീ എടുത്തിട്ട് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെല്ലാം എനിക്ക് തരണം. ഈ ഉടമ്പടി നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. വിദ്യാപതിയുടെ വിചിത്രമായ പെരുമാറ്റം കണ്ട് രാജകുമാരൻ ചിരിച്ചു. അതിനെന്താ, അങ്ങനെയാവട്ടെ. മന്ത്രികുമാരൻ വളരെ സൂക്ഷ്മതയോടെ ഓരോ നീക്കവും വിലയിരുത്തി. രാജകുമാരന് കൊടുക്കുന്ന വസ്ത്രം, പല്ലക്ക്, ആഹാരം, ശയ്യാഗ്രഹം എന്നിവ മന്ത്രികുമാരനായ വിദ്യാപതി ഉപയോഗിച്ചു. തൻ്റെ മരുമകന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ മന്ത്രികുമാരൻ ഉപയോഗിക്കുന്നത് കണ്ട രാജാവിന് വിദ്യാപതിയോട് ചെറിയ നീരസം തോന്നി. വിദ്യാപതി അതൊന്നും കാര്യമാക്കിയില്ല. ആരെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത് എന്നറിയാത്തതിനാൽ അപ്പോഴും എല്ലാ വിവരങ്ങളും അവൻ രഹസ്യമായി സൂക്ഷിച്ചു. അങ്ങനെ മന്ത്രികുമാരന് വേണ്ടി ഒരുക്കിയ മുറിയിൽ രാജകുമാരനായ വീരശേഖരൻ ഉറങ്ങാൻ കിടന്നു. വിദ്യാപതിക്ക് രാജകുമാരൻ്റെ മുറിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായില്ല. വിധി എവിടെയാണ് രാജകുമാരനെ വധിക്കാനുള്ള ചതി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ച് അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അപ്പോഴാണ് മണിയറയിൽ രാജകുമാരന് വേണ്ടി കൊണ്ടുവരുന്ന മധുരപലഹാരങ്ങളെപ്പറ്റി അവൻ ഓർത്തത്. അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് രഹസ്യമായി കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലൂടെ നടന്ന് രാജകുമാരൻ്റെ മുറിയുടെ ജാലകത്തിനരികിലെത്തി. രാജകുമാരൻ ഉറങ്ങുകയാണ് എന്ന് അവന് മനസ്സിലായി. മധുരപലഹാരങ്ങളുമായി അകത്തേക്ക് വന്ന രാജകുമാരി പുച്ഛത്തോടെ രാജകുമാരനെ നോക്കി. അവൻ ഉറങ്ങുകയാണ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തിയ ശേഷം അവൾ ആ മധുരപലഹാരങ്ങളുമായി രഹസ്യമായി പുറത്തേക്കിറങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന വിദ്യാപതി ആകാംക്ഷയോടെ അവളെ പിന്തുടർന്നു. ആരും കാണുന്നില്ല എന്ന വിശ്വാസത്തിൽ രാജകുമാരി വനത്തിലേക്ക് നടന്നു. അങ്ങനെ അവളൊരു കുടിലിനരികിലെത്തി. യാതൊരു ശങ്കയും കൂടാതെ അകത്തേക്ക് കയറിയ അവളെ കണ്ട് വിദ്യാപതി അത്ഭുതപ്പെട്ടു. അയാൾ ശബ്ദമുണ്ടാക്കാതെ കുടിലിനരികിലേക്ക് നടന്നു. അവിടെ വൃദ്ധനും വൃത്തിഹീനനും മുടന്തനുമായ ഒരാളുണ്ടായിരുന്നു. രാജകുമാരി പ്രണയപാരവശ്യത്തോടെ അയാളോട് സംസാരിക്കുന്നു. അവരുടെ സംസാരം കേൾക്കാവുന്ന തരത്തിൽ വിദ്യാപതി കുടിലിനോട് ചേർന്ന് നിന്നു. വൃദ്ധൻ രാജകുമാരിയോട് ചോദിച്ചു, ഇന്നെന്താ വൈകിയത്? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു എന്നറിയാമോ? നിരാശാഭാവത്തിൽ രാജകുമാരി പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ കൊണ്ടുപോകാനായി വന്നിരിക്കുന്നു. ഇനി എന്താണുണ്ടാവുക എന്ന് എനിക്കറിയില്ല. ഏതായാലും അയാളോടൊപ്പം പോകാൻ എനിക്കിഷ്ടമല്ല. ഞാൻ അങ്ങയോടൊപ്പം ഇവിടെ കഴിഞ്ഞോളാം. ദയവായി എന്നെ അതിനനുവദിക്കണം. ഇത് കേട്ട് വൃദ്ധനൊന്ന് ഞെട്ടി. അല്ല, നീ വിവാഹിതയാണോ? ഇതെന്താണ് എന്നോട് മുൻപേ പറയാതിരുന്നത്? പരസ്ത്രീയെ പ്രാപിക്കുന്നതിൽ പരം പാപം വേറെയില്ല. മറ്റൊരാളുടെ ഭാര്യയെ സഹോദരിയായി കാണണമെന്നാണ് പ്രമാണം. അങ്ങനെ പറയരുത്. എൻ്റെ മനസ്സിൽ ഞാൻ ഭർത്താവായി കണ്ടിരിക്കുന്നത് അങ്ങയെ മാത്രമാണ്. വിവാഹം കഴിച്ചു എന്നല്ലാതെ അയാളെ എനിക്ക് അറിയുക പോലുമില്ല. ദയവ് ചെയ്ത് എൻ്റെ പ്രണയം നിരാകരിക്കരുത്. വൃദ്ധൻ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. അതിനുശേഷം പറഞ്ഞു, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് നിന്നെ സ്വീകരിക്കാനാവില്ല. ദിവ്യമായ ഒരു ആയുധം ഞാൻ നിനക്ക് തരാം. അതുപയോഗിച്ച് അയാളെ വധിക്കുക. അതിനുശേഷം നമുക്ക് സുഖമായി ജീവിക്കാനുള്ള ധനവുമായി ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്ത് ഇവിടെ എത്തുക. നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോകാം. രാജകുമാരി എന്തിനും തയ്യാറായി നിന്നു. വൃദ്ധൻ വീടിൻ്റെ മൂലയിൽ നിന്നും ഒരു ചെറിയ വാളെടുത്ത് രാജകുമാരിക്ക് നൽകി. അവൾ അത് വസ്ത്രത്തിനിടയിലേക്ക് ഒളിപ്പിച്ച് പെട്ടെന്ന് തന്നെ പുറത്തു കടന്നു. ഇനി ഒരു നിമിഷം പോലും പാഴാക്കാനില്ല എന്ന് മനസ്സിലാക്കിയ വിദ്യാപതി എത്രയും പെട്ടെന്ന് രാജകുമാരൻ്റെ അടുത്തെത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് ഓടി. എന്നാൽ അവൻ്റെ കണക്ക് കൂട്ടലുകൾ അവിടെ പിഴച്ചു. ധൃതിയിൽ കൊട്ടാരത്തിലേക്ക് നടക്കും വഴി അവനൊരു കൊക്കയിലേക്ക് വീണു. വള്ളികളിൽ പിടിച്ചു തൂങ്ങിയ വിദ്യാപതി വളരെ ശ്രമപ്പെട്ട് മുകളിലേക്ക് കയറി. ആർക്കും സംശയങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ രാജകുമാരി തിരിച്ചു നടന്നു. വിദ്യാപതി കൊട്ടാരത്തിൽ എത്തുന്നതിന് മുൻപേ അവൾ അവിടെ എത്തിയിരുന്നു. അവൾ രാജകുമാരൻ്റെ മുറിയിലേക്ക് കയറുന്നത് കണ്ട മന്ത്രികുമാരൻ വേഗത്തിൽ കൊട്ടാരത്തിലെ തൂണുകളിലൂടെ കയറി
മുറിയുടെ ജാലകവാതിലിനരികിലെത്തി. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. മിത്രസുധ ഒരു നിമിഷം പോലും പാഴാക്കിയിരുന്നില്ല. മുറിയിലെത്തിയ ഉടനെ തന്നെ അവൾ ആ വാൾ രാജകുമാരൻ്റെ കഴുത്തിൽ കുത്തിയിറക്കി. വീരശേഖരൻ്റെ ശിരസ് കഴുത്തിൽ നിന്നും വേർപെട്ടു. ഇത് കണ്ട് വിദ്യാപതി വാൾ ഉറയിൽ നിന്നും ഊരിയെടുത്ത് അലറിക്കൊണ്ട് അവൾക്ക് നേരെ ചാടി. ഇത് മിത്രസുധ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവൾ മനസാന്നിധ്യം വീണ്ടെടുത്തു. താൻ ചെയ്ത കുറ്റകൃത്യം മന്ത്രികുമാരൻ കണ്ടു എന്ന് മനസ്സിലാക്കിയ മിത്രസുധ അടവ് മാറ്റി. അവൾ ഉറക്കെ നിലവിളിച്ചു. അപ്പോഴേക്കും കാവൽക്കാർ ഓടിയെത്തി. രാജകുമാരൻ മരിച്ചു കിടക്കുന്നത് കണ്ട അവർ അവിടെ നിൽക്കുന്ന മന്ത്രികുമാരനെ പിടികൂടി. മന്ത്രികുമാരൻ വീരശേഖരനെ കൊന്നു എന്ന് മിത്രസുധ കരച്ചിലിനിടയിൽ പറഞ്ഞു. അതോടെ അവർ വിദ്യാപതിയെ പിടിച്ചുകെട്ടി രാജാവിൻ്റെ മുന്നിലെത്തിച്ചു. വിദ്യാപതിക്ക് ഒന്നും പറയാനായില്ല. രാജാവ് അവനെ തുറുങ്കിലടയ്ക്കാൻ കൽപ്പിച്ചു. അടുത്ത ദിവസത്തെ വിചാരണയിൽ രാജകുമാരി സമർത്ഥമായ ഒരു കഥ മെനഞ്ഞുണ്ടാക്കി. രാജകുമാരനെ വധിച്ച് തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് മന്ത്രികുമാരൻ കൊട്ടാരത്തിലേക്ക് വന്നത് എന്നും ആ കഥയിലുണ്ടായിരുന്നു. അത് വിശ്വസിക്കാൻ ചുറ്റും നിന്നവർക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. കാരണം വന്നപ്പോൾ മുതൽ മന്ത്രികുമാരൻ്റെ ചെയ്തികൾ എല്ലാവരിലും സംശയമുളവാക്കിയിരുന്നു. അതിനാൽ തന്നെ ആരും രാജകുമാരി പറയുന്നതിനെ സംശയിക്കുക പോലും ചെയ്തില്ല. ഇതേപ്പറ്റി രാജാവ് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മന്ത്രികുമാരൻ ഉത്തരം പറഞ്ഞില്ല. ഒടുവിൽ രാജാവ് വിദ്യാപതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ശിക്ഷ സഭയിൽ എല്ലാവരും ശരിവച്ചു. രാജകുമാരൻ്റെ ശരീരം ദഹിപ്പിക്കുന്നതിന് മുൻപേ തന്നെ ശിക്ഷ നടപ്പാക്കാൻ രാജാവ് മന്ത്രിയെ ഏർപ്പാട് ചെയ്തു. കൊലമരത്തിലേക്ക് നടക്കുമ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന വിദ്യാപതിയോട് മന്ത്രി കൗതുകത്തോടെ ചോദിച്ചു, അവസാന നിമിഷത്തിലും നിന്റെ ഈ മൗനം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. നിനക്കൊന്നും പറയാനില്ലേ? അപ്പോൾ വിദ്യാപതി പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തു. എന്നെ വിശ്വസിച്ചാണ് രാജാവ് രാജകുമാരനെ ഒപ്പം അയച്ചത്. അതുമാത്രമല്ല, എൻ്റെ ഉറ്റ സുഹൃത്തിനെ സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ടും രക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ടായിരുന്നു. 2 കടമയും എനിക്ക് പാലിക്കാനായില്ല. ഇപ്പോൾ രാജാവ് എന്നെ വധശിക്ഷയ്ക്കും വിധിച്ചിരിക്കുന്നു. രാജാവിൻ്റെ വിധി 100% ന്യായമാണ്. ഈ ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണ്. അതിനാലാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. എൻ്റെ ജീവൻ ഞാൻ ഞങ്ങളുടെ സൗഹൃദത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു. ദയവായി അങ്ങ് എനിക്ക് വേണ്ടി ഈ ശിക്ഷ നടപ്പാക്കിയാലും. മന്ത്രി അത്ഭുതത്തോടെ വിദ്യാപതിയെ നോക്കി. ദിതി രാജകുമാരി കഥ പറഞ്ഞു നിർത്തിയിട്ട് കൗതുകത്തോടെ വിക്രമവല്ലരിയെയും നോക്കി. കണ്ടോ, ഇങ്ങനെയാവണം കൂട്ടുകാർ. പരസ്പര സ്നേഹത്തിന് മുന്നിൽ സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാവണം. വിക്രമവല്ലരി എന്ന സ്ത്രീവേഷധാരിയായ വിക്രമാദിത്യൻ തൻ്റെ മുഖത്ത് ദേഷ്യവും വിഷമവും കലർന്ന ഭാവം വരുത്തി ദിതിയെ നോക്കി. നീ പറഞ്ഞതെനിക്ക് മനസ്സിലായി. എല്ലാം ശരിയാണ്. നീ ആദ്യം പറഞ്ഞ കഥയിലെ കാട്ടാളനായ ഹിരണ്യസീനുവിനെയും അവനെ സുഹൃത്തായി കണക്കാക്കാത്ത രാജാവ് ഗുണവല്ലഭനെയും പോലെ അല്ല നമ്മൾ രണ്ടാളും. സന്യാസി പറഞ്ഞ കഥയിലെ വീരശേഖര രാജകുമാരനെയും വിദ്യാപതി എന്ന മന്ത്രികുമാരനെയും പോലെയാണ്. പക്ഷേ 2 കഥയും എന്താണ് പകുതിയിൽ നിർത്തിയത്? ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. സന്യാസി കഥ പറഞ്ഞു തീരുമ്പോൾ ഹിരണ്യസീനുവിന് എന്ത് സംഭവിക്കും? അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുമോ? അതുപോലെ സന്യാസിയുടെ കഥയിൽ കഴുമരത്തിന് മുന്നിൽ നിൽക്കുന്ന വിദ്യാപതിക്ക് എന്ത് സംഭവിച്ചു? മന്ത്രി ആ ശിക്ഷ നടപ്പാക്കിയോ? ആ രാജ്യത്ത് വിദ്യാപതിയെ ആകെ സ്നേഹിച്ചിരുന്ന ഒരേ ഒരാൾ വീരശേഖര രാജകുമാരനായിരുന്നു. അയാൾ മരിച്ചുപോയി. ഇനി അവൻ പറയുന്ന സത്യം ആരും വിശ്വസിക്കില്ല എന്നത് എനിക്ക് വല്ലാത്ത വിഷമമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ കഴുമരത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ മന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ കാര്യത്തിൽ ഇനി അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? വിക്രമവല്ലരി തൻ്റെ ദുഃഖങ്ങൾ മറന്ന് കഥയെപ്പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയത് കണ്ട് സന്തോഷവതിയായ ദിതി രാജകുമാരി കഥകളുടെ ബാക്കി ഭാഗങ്ങൾ പറയാൻ ആരംഭിച്ചു.